my dear students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ മെത്തേഡാണ്. അതിന് മുമ്പായിട്ട് ഈ രണ്ട് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാൾ പിയേഴ്സൺ മെത്തേഡായിരുന്നു അല്ലേ. അപ്പോൾ കാൾ പിയേഴ്സൺ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെത്തേഡ് നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് വെൻ വേരിയബിൾസ് ആർ മെഷർഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ഫോം അല്ലേ. നമുക്ക് വേരിയബിൾസ് അവിടെ മെഷർ ചെയ്യാൻ സാധിക്കപ്പോഴാണ്, അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണ്, വേരിയബിൾസ് അവിടെ ക്വാണ്ടിറ്റേറ്റീവ് ഫോമിലാവുന്ന സമയത്താണ്. ബട്ട് ഇൻ സം കേസസ് നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അങ്ങനത്തെ സമയം എന്ന് പറയുന്നത് അവിടെ ക്വാളിറ്റേറ്റീവ് ഫോമാണ് എന്നുണ്ടെങ്കിലാണ്. എന്താണ് ഈ ക്വാളിറ്റേറ്റീവ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടി, ഹോണസ്റ്റി, ഇൻ്റലിജൻസ് എക്സെട്ര ആർ ദ എക്സാമ്പിൾസ് ഓഫ് ക്വാളിറ്റേറ്റീവ് ഫോം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ യൂസ് ചെയ്തതാണ് റാങ്ക് കോറിലേഷനാണ്. ഓക്കെ, റാങ്ക് കോറിലേഷൻ മെത്തേഡിലൂടെ നമ്മൾ ഫ്ലോ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ രണ്ട് വേരിയബിൾസ് നൽകിയിട്ടുണ്ടാവും ആക്ച്വലി. അപ്പോൾ ഈ രണ്ട് വേരിയബിൾസിനെ നമ്മൾ ആദ്യം റാങ്ക് ചെയ്യും. അതായത് വലുതെന്ന് ചെറുത് എന്നുള്ള രീതിയിൽ നമ്മളവിടെ റാങ്ക് ചെയ്യും. അതായത് വലിയ എമൗണ്ട് അവിടെ ഏതാണോ വരുന്നത് അതിന് നമ്മൾ 1 എന്നുള്ള വാല്യൂ കൊടുക്കും. നെക്സ്റ്റ് ഹയസ്റ്റ് എമൗണ്ടിന് നമ്മൾ 2 എന്ന വാല്യൂ കൊടുക്കും. ദെൻ പിന്നീടുള്ള ഹയസ്റ്റ് എമൗണ്ട് ഏതാണോ അതിന് നമ്മൾ 3 എന്ന വാല്യൂ കൊടുക്കും. അങ്ങനെ വലുതെന്ന് ചെറുത് എന്നുള്ള ക്രമത്തിൽ നമ്മൾ 1, 2, 3, 4 എന്നിങ്ങനെ റാങ്ക് കൊടുക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ റാങ്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ റാങ്കിൻ്റെ ഡിഫറൻസ് നമ്മളവിടെ ഫോർ എക്സാമ്പിൾ വാല്യൂസ് വരുന്നത് ഫസ്റ്റ് റാങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് 5ഉം ആൻഡ് സെക്കൻഡ് റാങ്കിൽ വന്നിട്ടുള്ളത് 2 ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് റാങ്കും തമ്മിലുള്ള ഡിഫറൻസ് 5 - 2 എത്രയാ 3 അല്ലേ. അപ്പോൾ ആ 3ൻ്റെ സ്ക്വയർ ആയിരിക്കും ഇവിടെ d സ്ക്വയർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഈ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ മെത്തേഡിൻ്റെ ഇക്വേഷൻ വന്നിട്ട് 1 - 6 സിഗ്മ d സ്ക്വയർ ഡിവൈഡഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത്. ഇവിടെ d മാത്രമല്ലേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്, ബട്ട് essay വരുന്ന ക്വസ്റ്റ്യനുമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ d സ്ക്വയർ അല്ലേ, d എങ്ങനെയാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വേരിയബിൾസിനെ റാങ്ക് ആക്കി തിരിച്ചിട്ട് ആ റാങ്കുകൾ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് d എന്നിവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇവിടെ തന്നെ റിപ്പീറ്റേഷൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 - 6 സിഗ്മ d സ്ക്വയർ പ്ലസ് m ക്യൂബ് മൈനസ് m ഡിവൈഡഡ് ബൈ 12 ഹോൾ ഡിവൈഡഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1 എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇതാണ് റിപ്പീറ്റേഷൻ വരുന്നുണ്ടെങ്കിലുള്ള ഇക്വേഷൻ. ഒരു കൺഫ്യൂഷനും വേണ്ട, വളരെ സിമ്പിളാണ്, നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോകുന്ന സമയത്ത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതാണ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു പ്രോബ്ലത്തിലോട്ട് പോയാലോ. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം. ഫൈൻഡ് ദ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ പോവേർട്ടി ആൻഡ് ഓവർ ക്രൗഡിങ് ഫ്രം ദ ടേബിൾ ബിലോ അല്ലേ. നൽകിയിട്ട് നമുക്ക് താഴെ ഒരു ടേബിൾ നൽകിയിട്ടുണ്ട്, ടൗണും നൽകിയിട്ടുണ്ട്, പോവേർട്ടിയും ഓവർ ക്രൗഡിങ്ങും നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ടൗണിൽ ABCD അങ്ങനെ J വരെയുള്ള ടൗൺ കൊടുത്തിട്ടുണ്ട്, അവരുടെ പോവേർട്ടിയും ആൻഡ് ഓവർ ക്രൗഡിങ്ങും അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ റാങ്ക് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ കോളം ടൗൺ എന്ന് പറഞ്ഞ് കൊടുക്കാം. അത് നമുക്ക് കാൽക്കുലേഷനൊന്നും ആവശ്യമില്ല, ബട്ട് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ടൗൺ ABC എന്ന് പറഞ്ഞിട്ട് നമുക്ക് താഴത്തോട്ടൊരു കോളം കൊടുക്കാം. ഓക്കെ, നിർബന്ധമില്ല, നിങ്ങൾക്ക് കൊടുക്കാം കൊടുക്കാതിരിക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ പോവർട്ടി ഉണ്ട് ആൻഡ് ഓൾസോ ഓവർ ക്രൗഡിങ്ങും ഉണ്ട് അല്ലേ. അത് നമുക്ക് താഴോട്ട് എടുത്തെഴുതാം. അങ്ങനെ താഴോട്ട് എടുത്തെഴുതുന്നതിൻ്റെ മുമ്പ് ഹൗ ടു കാൽക്കുലേറ്റ് റാങ്ക് കോറിലേഷൻ എന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് ഇവിടെ നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ റാങ്ക് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ ആദ്യം നമ്മൾ പോവർട്ടിയും ഓവർ ക്രൗഡിങ്ങും താഴോട്ട് എടുത്തെഴുതണം അല്ലേ. അങ്ങനെ താഴോട്ട് എടുത്ത് എഴുതിയതിന് ശേഷം നമ്മൾ ഇതിനെ റാങ്ക് ചെയ്യണം. അതായത് ഏതാണോ വലിയ സംഖ്യ ആ വലിയ സംഖ്യക്ക് നമ്മൾ 1 എന്ന് കൊടുക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് എമൗണ്ട് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ പോവേർട്ടിയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും വലിയ സംഖ്യ 17 ആണ്. അപ്പോൾ ഈ 17 നമ്മൾ 1 എന്ന് കൊടുക്കും. ദെൻ 16 ആണ് അല്ലേ. പിന്നെ 16 നമ്മൾ എന്തെന്ന് കൊടുക്കും, അതിൻ്റെ നേരെ തൊട്ട് താഴെയുള്ള എമൗണ്ട് ഏതാ 16 ആണ്. ഈ 16 നമ്മൾ 2 എന്ന് റാങ്ക് ചെയ്യും. പിന്നെ 15 ഉണ്ട്, 15 നമ്മൾ എത്രയാണ് കൊടുക്കുക 3 എന്ന് റാങ്ക് ചെയ്യും. അങ്ങനെ അതിനപ്പുറത്ത് വരുന്ന എമൗണ്ട്സിന് അപ്പുറത്ത് ഇങ്ങനെ പിന്നെ അടിക്ക് വരുന്ന നമ്പേഴ്സിന് നമ്മൾ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ക്രമമായി റാങ്ക് ചെയ്യുകയാണ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഓവർ ക്രൗഡിങ്ങും ചെയ്യും. ഇങ്ങനെ നമ്മൾ പോവർട്ടിയും ഓവർ ക്രൗഡിങ്ങൊക്കെ റാങ്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് തമ്മിലുള്ള ഡിഫറൻസ് കാണണം. ഈ റാങ്കുകൾ തമ്മിലുള്ള ഡിഫറൻസാണ് കാണേണ്ടത്. ഓക്കെ, പോവർട്ടിയും ഓവർ ക്രൗഡിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് അല്ല, റാങ്കുകൾ തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടാവും. അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് രണ്ടും നമ്മൾ നോക്കുക. അതായത് റാങ്ക് 1 എന്ന്, അതായത് ഇവിടെ റാങ്ക് 1 ആണെങ്കിൽ നമുക്ക് പോവർട്ടിക്ക് കൊടുക്കാം, ആൻഡ് റാങ്ക് 2 നമുക്ക് എന്തിനു കൊടുക്കാം, ഓവർ ക്രൗഡിങ്ങിന് കൊടുക്കാം.
അപ്പോൾ അതിൻ്റെ വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ്, ഇപ്പോൾ ഫസ്റ്റത്തെ 17-ന് 1 വന്നു എന്ന് കരുതാം, സെക്കൻഡ് 36-ന് ഒരു 2 ആണ് വന്നതെന്നുണ്ടെങ്കിൽ 1ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വലിയ എമൗണ്ടിൽ നിന്നും ചെറിയ എമൗണ്ട് നമ്മൾ മൈനസ് ചെയ്യാം. അപ്പോൾ 2-ൽ നിന്നും 1 മൈനസ് ചെയ്യുക, അപ്പോൾ എത്ര കിട്ടും, 1. ആ 1ൻ്റെ സ്ക്വയറാണ് d² എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അത് നമുക്ക് ഇക്വേഷനിൽ d² കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടല്ലോ അല്ലേ? അപ്പോൾ ആ സമയത്ത് നമുക്കത് ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്കിനി പോവേർട്ടിയുടെ എമൗണ്ട് താഴോട്ടെടുത്ത് എഴുതാം. ഇപ്പോൾ നമ്മൾ പോവേർട്ടിയുടെ വാല്യൂസും ഓവർ ക്രൗഡിങ്ങിൻ്റെ വാല്യൂസും താഴോട്ടെടുത്ത് എഴുതിയിട്ടുണ്ട്. ആൻഡ് ആൾസോ ഇക്വേഷനും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത്, ഈ പോവേർട്ടിനെയും ഓവർ ക്രൗഡിങ്ങിനെയും റാങ്ക് ചെയ്യണമല്ലേ? അപ്പോൾ ഞാനിവിടെ പോവേർട്ടിയുടെ റാങ്കിങ് R1 എന്നുള്ള ടൈറ്റിലും ഓവർ ക്രൗഡിങ്ങിൻ്റെ റാങ്കിങ് ഞാൻ R2 എന്നുള്ള ടൈറ്റിലും കൊടുക്കുകയാണ് കേട്ടോ. അത് അങ്ങനെ തന്നെ കൊടുക്കണമെന്നില്ല, ജസ്റ്റ് വാല്യൂസ് എന്ന് പറഞ്ഞ് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ റാങ്ക് 1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഫോർ യുവർ ഈസി റെഫറൻസിന് വേണ്ടിയിട്ടാണ് R1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എമൗണ്ട്സ് ഇതിൽ കൊടുക്കാം. പോവേർട്ടിയിൽ വരുന്ന എമൗണ്ട്സ് 17, 13, 15, 16, 6, 11, 14, 9, 7, 12 അല്ലേ? അപ്പോൾ ഇതിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള എമൗണ്ടിന് നമ്മൾ 1 എന്ന് കൊടുക്കും അല്ലേ? ഇതിൽ 17 ആണ് ഹയസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട്, സോ നമ്മൾ അതിന് 1 എന്ന് കൊടുത്തു. ദെൻ 16 ആണ്, അതിന് 2 എന്ന് കൊടുത്തു. പിന്നെ ഹയസ്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ്, 15 ആണ് അല്ലേ? 15 നമ്മൾ 3 എന്ന് കൊടുത്തു. ദെൻ 14 നമ്മൾ 4 എന്ന് കൊടുത്തു. 13 നമ്മൾ 5 എന്ന് കൊടുത്തു. ദെൻ 12 നമ്മൾ 6 എന്ന് കൊടുത്തു. 11 നമ്മൾ 7 എന്ന് കൊടുത്തു. 9 നമ്മൾ 8 എന്ന് കൊടുത്തു. ആൻഡ് 7 നമ്മൾ 9 എന്നും ആൻഡ് ആൾസോ 6 നമ്മൾ 10 എന്നും കൊടുത്തു. ഓക്കെ, അതോടുകൂടി പോവേർട്ടിയുടെ റാങ്കിങ് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ദെൻ ഓവർ ക്രൗഡിങ്ങിനാണ് നമ്മൾ റാങ്ക് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓവർ ക്രൗഡിങ്ങിന് നമ്മൾ R2 എന്ന് പറഞ്ഞിട്ടാണ് ടൈറ്റിൽ കൊടുക്കുന്നത്. ഇതിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് 46 ആണ്. 46-ന് നമ്മൾ 1 എന്ന് കൊടുത്തു. ദെൻ 36-ന് നമ്മൾ 2 എന്ന് കൊടുത്തു. 35-ന് നമ്മൾ 3 എന്ന് കൊടുത്തു. 27-ന് നമ്മൾ 4 എന്ന് കൊടുത്തു. 24-ന് നമ്മൾ 5 എന്ന് കൊടുത്തു. 22-ക്ക് നമ്മൾ 6 എന്ന് കൊടുത്തു. 18-ന് നമ്മൾ 7 എന്ന് കൊടുത്തു. 12-ന് നമ്മൾ 8 എന്ന് കൊടുത്തു. ആൻഡ് 8-ന് നമ്മൾ 9 എന്ന് കൊടുത്തു. ആൻഡ് 2-ക്ക് നമ്മൾ 10 എന്ന് കൊടുത്തു. അങ്ങനെ ഓവർ ക്രൗഡിങ്ങിൻ്റെ റാങ്കും അസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് R1-ഉം R2-ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സോ R1 മൈനസ് R2. ഇവിടെ സൈൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഒന്നെങ്കിൽ വലിയ എമൗണ്ടിൽ നിന്ന് ചെറിയ എമൗണ്ട് കുറക്കുക. അപ്പോൾ 1 മൈനസ് 2 അല്ലേ ഫസ്റ്റ് ഡിഫറൻറ്റ് വരുന്നത്, അതായത് R1 മൈനസ് R2 അല്ലേ? അപ്പോൾ -1 ആണ് ആക്ച്വലി നമുക്ക് കിട്ടുക. ഇവിടെ മൈനസ് എന്നുള്ള സൈൻ കൊടുക്കണമെന്നില്ല, പോസിറ്റീവായിട്ട് കൊടുത്താലും മതി. ബിക്കോസ് എന്താ, നമ്മൾ d² ആണ് നമുക്ക് വേണ്ടത് അല്ലേ? d² എന്ന് പറയുന്ന സമയത്ത് നമുക്കതിന് പോസിറ്റീവ് എമൗണ്ടാണ് അവിടെ എന്തായാലും വരിക. അപ്പോൾ നമ്മൾ സ്ക്വയർ കാണുമ്പോൾ എന്തായാലും പോസിറ്റീവ് അല്ലേ വരിക. അപ്പോൾ ആ സൈൻ അവിടെ അതുപോലെ തന്നെ അസൈൻ ചെയ്യണം നിർബന്ധമില്ല, കൊടുക്കുന്നത് നല്ലതാണ്. ഇതിൽ നമുക്ക് ഡിഫറൻറ്റ് എന്നുള്ളൊരു കോളം ഒഴിവാക്കിയിട്ട് d² എന്നുള്ള കോളം ഡയറക്റ്റായിട്ട് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം ഇവിടെയൊക്കെ സ്മോൾ എമൗണ്ട്സ് അല്ലേ വരുന്നത്, ഈസി ആയിട്ട് നമുക്ക് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഫോർ എക്സാമ്പിൾ 1 മൈനസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി -1 ആണ്. അപ്പോൾ നമ്മളവിടെ 1 എന്ന് കൊടുത്തു. ദെൻ 5 മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4. 3 മൈനസ് 3 0. 2 മൈനസ് 5 3. 10 മൈനസ് 8 2. 7 മൈനസ് 7 0. 4 മൈനസ് 4 0. 8 മൈനസ് 6 2. 9 മൈനസ് 10 1. 6 മൈനസ് 9 3. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫറൻസ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് d² ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് കോളായിട്ട് നമുക്ക് d² എന്ന് കൊടുക്കാം. 1ൻ്റെ സ്ക്വയർ 1, 4ൻ്റെ സ്ക്വയർ 16, 0ൻ്റെ സ്ക്വയർ 0, 3യുടെ സ്ക്വയർ 9, 2യുടെ സ്ക്വയർ 4 ആൻഡ് 0യുടെ സ്ക്വയർ 0, 0ൻ്റെ സ്ക്വയർ 0, 2യുടെ സ്ക്വയർ 4, 1ൻ്റെ സ്ക്വയർ 1, 3ൻ്റെ സ്ക്വയർ 9. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, d² കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സിഗ്മ d² ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ സിഗ്മ d² എത്ര വരുന്നത് എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 1 മൈനസ് 6 സിഗ്മ d² ഡിവൈഡഡ് ബൈ n ഇൻറ്റു n² മൈനസ് 1 അല്ലേ? അപ്പോൾ ഈ d² നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 1 പ്ലസ് 16 പ്ലസ് 9 പ്ലസ് 4 പ്ലസ് 4 പ്ലസ് 1 പ്ലസ് 9 അല്ലേ? സോ സിഗ്മ d² ഈസ് ഈക്വൽ ടു 44 എന്നാണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ, 44 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് ഇക്വേഷൻ എടുത്ത് എഴുതാം. R ഈസ് ഈക്വൽ ടു 1 മൈനസ് 6 സിഗ്മ d² ഡിവൈഡഡ് ബൈ n ഇൻറ്റു n² മൈനസ് 1 അല്ലേ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ.
ഇനി നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. ഇവിടെ ഇക്വേഷനിൽ നമ്മൾ ആദ്യം സോൾവ് ചെയ്യേണ്ടത് 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1 എന്നുള്ള പോർഷനാണ്. അപ്പോൾ 6 ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 44, n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് വേരിയബിൾസ് ഓർ നമ്പർ ഓഫ് പെയേഴ്സ് ആണ് അല്ലേ. ഇവിടെ നൽകിയിട്ടുള്ളത് 10 പെയേഴ്സ് ആണ്. നമ്മൾ റാങ്ക് ചെയ്തപ്പോൾ നമുക്ക് 10 വരെയല്ല കിട്ടിയത്, 10 പെയേഴ്സ് ആണ്. അപ്പോൾ 10 ഇൻറ്റു 10 സ്ക്വയർ മൈനസ് 1 അല്ലേ, 10 ഇൻറ്റു 10 സ്ക്വയർ മൈനസ് 1 എന്ന് വരും. സോൾവ് ചെയ്യാം. 6 ഇൻറ്റു 44 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 264 എന്ന് കിട്ടും. 1 മൈനസ് 264 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 10 സ്ക്വയർ മൈനസ് 1. 10 ഇൻറ്റു 10 സ്ക്വയർ മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 919 എന്ന് വരും. അതായത് 10 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100. അപ്പോൾ 100 മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 99. 10 ഇൻറ്റു 99 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 919 എന്ന് വരും. ഓക്കെ, ഇനി 1 മൈനസ് 264 ഡിവൈഡഡ് ബൈ 919 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.26 എന്ന് കിട്ടും. അപ്പോൾ 1 മൈനസ് 0.26 ഈസ് ഈക്വൽ ടു 0.73. സോ R ഈസ് ഈക്വൽ ടു 0.73 ആണ് നമുക്ക് ആൻസർ വരിക. ക്ലിയർ അല്ല ഈ ഒരു ക്വസ്റ്റ്യന്? ഇനി നമുക്ക് ഇതിൽ റിപ്പീറ്റേഷൻ വരുന്നൊരു പ്രോബ്ലം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷൻ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ട് കൺകറൻറ്റ് ഡീവിയേഷനിലോട്ട് പോകാം കേട്ടോ. കൺകറൻറ്റ് ഡീവിയേഷന് നമുക്ക് അത്ര ക്വസ്റ്റ്യനിൽ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ചോദിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്, സൈൻ വെച്ചുകൊണ്ട് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് ഈ കൺകറൻറ്റ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും പോർഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കോറിലേഷനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കോറിലേഷന് ഇനി കറൻറ്റ് ഡീവിയേഷനോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോറിലേഷൻ്റെ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയി. QT എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം പ്രോബ്ലം പേപ്പേഴ്സ് ആണല്ലേ. അപ്പോൾ ഈ പ്രോബ്ലം പേപ്പേഴ്സിൽ പാസ്സാവാനുള്ളൊരു വഴി എന്ന് പറയുന്നത് ഈ പ്രോബ്ലം നമ്മൾ ഇങ്ങനെ സോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എത്രത്തോളം ക്വസ്റ്റ്യൻ കിട്ടണോ അത്രത്തോളം പ്രോബ്ലം അങ്ങനെ സോൾവ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ 100% നിങ്ങൾ പാസ്സാവുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിനോടുള്ള ഈ ഒരു എക്സാമിനോട് ഓർ ഈ പ്രോബ്ലത്തിനോടൊക്കെ ഉള്ള ഒരു ടെൻഷനും അതിലൂടെ നമുക്ക് മാറിക്കിട്ടും. സോ എന്ത് ചെയ്യുക, കുറേ എത്രത്തോളം പ്രോബ്ലംസ് കിട്ടുമോ മെജോറിറ്റി പ്രോബ്ലം ഇങ്ങനെ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഇനി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് QTക്ക് വേണ്ടിയിട്ട്, QTയുടെ റിവിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. സോ അതിൽ ജോയിൻ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു സീരിയസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ നല്ല മാർക്കോട് കൂടി പാസ്സാവാൻ പറ്റും. നല്ല മാർക്കോട് കൂടി പാസ്സാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ.